ശ്രീ ഷൗക്കത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനും നാരായണഗുരു തുടക്കമിട്ട പരമ്പരയെ പിൻപറ്റുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹവുമായിട്ടാണ് ഇന്ന് സമകാലിക മലയാളം ഓൺലൈനു വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഷൗക്കത്തിൻ്റെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ജീവിത പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആളാണ്. ആ വളർച്ചയുടെയും ഇപ്പോൾ വന്നു നിൽക്കുന്ന പരിസരത്തിൻ്റെയും കഥ പറയാനാണ് ഞാൻ ആദ്യം ഷൗക്കത്തിനോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാനൊരു ഇസ്ലാം മത പശ്ചാത്തലത്തിൽ ജനിച്ചു. പിന്നീട് പലതരത്തിലുള്ള സൗഹൃദങ്ങളിലൂടെ ആ ഒരു മതത്തിൻ്റെ ഒരു ഫ്രെയിം വിട്ടിട്ട് മതത്തിൽ തന്നെ ഉള്ള ഒരു മിസ്റ്റിസിസത്തിൻ്റെ ഫ്രെയിമിലൂടെ കുറേ കഴിഞ്ഞു. സൂഫികൾ, ഔലിയാക്കൾ എന്നൊക്കെ പറയുന്നവരുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് മെല്ലെ കുറച്ചും കൂടി ഒരു യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്ന ഒരു ലോകത്തിലൂടെ സഞ്ചരിച്ച് എല്ലാറ്റിനും യുക്തിയിലൂടെ കാണുക എന്നുള്ള രീതിയിൽ സഞ്ചരിച്ച് പിന്നെ ഇതെല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു യാത്ര നടത്തി. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡായിട്ട് സഞ്ചരിക്കുന്ന കാലത്താണ് ഗുരുനിത്യയെ കാണുന്നത്. അപ്പോൾ ഗുരുനിത്യയിലെ അടുത്തെത്തുമ്പോൾ ഉണ്ടായ ഏത് വർഷമായിരുന്നു? അതൊരു 86 ആയിരിക്കും. ഞാൻ 86 ചെറുപ്പമായി 16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. 16-17 വയസ്സുള്ളപ്പോൾ. വർഷം എനിക്ക് അത്രയും ഉറപ്പില്ല. പക്ഷെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് അദ്ദേഹം ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിലേക്ക് ക്ഷണിക്കുകയല്ല ചെയ്തത്. അതുവരെ സിദ്ധാന്തങ്ങൾ മാറി മാറി പോകുമ്പോൾ ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട ഒരു കാഴ്ചപ്പാടുള്ള ആളായി വരുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഗുരുനിത്യ ഈ സിദ്ധാന്തങ്ങളുടെ ഫ്രെയിമിൽ നിന്ന് എന്നിലേക്ക് നോക്കാൻ ഒരു കണ്ണാടിയായി. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ മതത്തിൽ ഉണ്ടായിരുന്നപ്പോഴും മിസ്റ്റിസിസത്തിൽ ഉണ്ടായിരുന്നപ്പോഴും യുക്തി ചിന്തയുടെ ലോകത്തിലിരുന്നപ്പോഴും ഇതൊക്കെ മിക്സ്ഡായിട്ട് ജീവിച്ചിരുന്നപ്പോഴൊക്കെ എൻ്റെ സ്വഭാവത്തിന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഗുരുനിത്യ, നിൻ്റെ വിശ്വാസങ്ങൾ, നിൻ്റെ ചിന്തകൾ, നിൻ്റെ നിലപാടുകളൊക്കെ തൽക്കാലം അവിടെ മാറ്റിവെക്കും. നല്ലത് തന്നെ. അതിലേതാണ് മികച്ചത് എന്ന് തീരുമാനിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ നിന്നിലേക്കൊന്ന് നോക്ക്. നിന്നിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന ആത്മാവിലേക്ക് നോക്കൂ എന്നല്ല, നമ്മളുടെ ഒരു റിയൽ ക്യാരക്ടർ. അപ്പോൾ നിൻ്റെ ഒരു ക്യാരക്ടറിലുള്ള ന്യൂനതകൾ, ജനാധിപത്യ ബോധമില്ലായ്മ, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാതെ ഉള്ള ചിന്തകൾ, വാക്ക്, പ്രവൃത്തികൾ, ഇതൊക്കെ വരുന്നുണ്ടോ? അത് നോക്കിയിട്ട് വേണം നീ റിലീജിയസ് ആയിട്ടുള്ള ആളാണോ, സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണോ, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളാണോ എന്നൊക്കെ നീ നിന്നെ വിലയിരുത്താൻ. അല്ലാതെ നീ മതം ഉപേക്ഷിച്ചതുകൊണ്ട് മതമില്ലാത്ത ആളായിട്ടില്ല. നീ നിനക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ബാക്കിയുള്ളവർ മുഴുവൻ അപ്രസക്തമായിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ റിലീജിയസ് ആണ്. നീ നിനക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും സമാധാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ് നിന്നിൽ നിന്ന് വരുന്നതെങ്കിൽ മാത്രമേ നീ ഒരു സ്പിരിച്വൽ ആണെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ അദ്വൈതം വായിച്ചതുകൊണ്ടോ റൂമിയെ വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ഇനി മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടോ പേര് മാറ്റിയതുകൊണ്ടോ വേഷം മാറ്റിയതുകൊണ്ടോ ഒന്നും നീ മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഒരേ സമയം വ്യക്തിയെ പരിഗണിക്കുകയും സമൂഹത്തെ പരിഗണിക്കുകയും പ്രപഞ്ചത്തെ പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് അവനവനോട് നിരന്തരം സമരം ചെയ്യുന്ന ഒരാളായിട്ട് മാറിയാൽ മാത്രമേ ജനാധിപത്യ ബോധമുള്ള ഒരാളായിട്ട് മാറാൻ കഴിയൂ എന്ന പഠിപ്പിച്ച ഒരു ഗുരു നിത്യചൈതന്യതിയുണ്ട്. ആ നിത്യചൈതന്യതി മുൻപോട്ട് വെച്ച് തന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇന്നും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഞാൻ ആൻറ്റി റിലീജിയസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മിസ്റ്റിസിസത്തിൻ്റെ ലോകത്തിലേക്ക് വന്നപ്പോൾ ആൻറ്റി റിലീജിയസ് ആയി. മിസ്റ്റിസിസം വിട്ട് യുക്തിവാദത്തിൻ്റെ ലോകത്തിലേക്ക് വന്നപ്പോൾ ആൻറ്റി മിസ്റ്റിസിസം, ആൻറ്റി റിലീജിയസ് ആയി. യുക്തിവാദവും വിട്ട് കുറച്ചുകൂടി സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആൻറ്റി യുക്തിവാദിയും ആൻറ്റി മിസ്റ്റിസിസ്റ്റും ആൻറ്റി റിലീജിയസുമായി. ഇപ്പം ഈ ആൻറ്റി അങ്ങ് എടുത്ത് കളഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ റിലീജിയസ് ആണോ, ഒരാൾ മിസ്റ്റിക്കലാണോ, ഒരാൾ യുക്തിവാദിയാണോ, ഒരാൾ സ്വതന്ത്രനാണോ, ഇതല്ല വിഷയം. അയാൾക്ക്
മറ്റുള്ളവരെ ശത്രുവായി കാണാത്ത, സർവ്വ ജീവജാലങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് ഏവർക്കും സമാധാനം ഉണ്ടാക്കുന്ന ചിന്തയും വാക്കും പ്രവൃത്തി ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ റിലീജിയസ് ആയാലും പ്രശ്നമില്ല, യുക്തിവാദമായാലും പ്രശ്നമില്ല. അങ്ങനെ ഒരു കടുംപിടുത്തമില്ലാത്ത, ഒരു നിർബന്ധ ബുദ്ധിയില്ലാത്ത, ഒരു ശത്രുപക്ഷമില്ലാത്ത, ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിത വീക്ഷണം രൂപപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആദ്യകാലത്തൊക്കെ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ മാർഗത്തിലുണ്ടായിരുന്ന ആളാണ് ഷൗക്കത്ത് എന്നാണ്. മദ്രസയിൽ പോയിട്ടില്ലേ? മദ്രസയിൽ കുറച്ച് നാള് പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇസ്ലാം മതത്തിനെ കുറിച്ച് ഷൗക്കത്ത്? എനിക്ക് മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് സ്വർഗം നരകവും റിലേറ്റ് ചെയ്തിട്ടാണ്. മദ്രസ പഠനമായാലും റിലീജിയസ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ അതിനെ കേന്ദ്രമാക്കിയിട്ടുള്ളത് സ്വർഗം നരകം എന്നുള്ളതാണ്. അതായത് ഒന്ന് പ്രലോഭിപ്പിക്കുക, ഒന്ന് ഭയപ്പെടുത്തുക. അത് രണ്ടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതെനിക്ക് അത്ര സ്വസ്ഥത തരുന്ന ഒന്നായിരുന്നില്ല. കാരണം ഒരാൾ നല്ലതായിട്ടിരിക്കേണ്ടത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, നരകത്തെ ഭയന്നിട്ടാണെങ്കിൽ അത് അവൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് അത്ര ഒരു വെളിച്ചം തരുന്ന ഒന്നായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ വളരെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയോട്, വളരെ മോശമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു കുട്ടിയെ ഒരു നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ രണ്ട് വഴികൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഭയപ്പെടുത്തുക, ഒന്ന് പ്രലോഭിപ്പിക്കുക. അപ്പം നമ്മളുടെ സംസ്കാരങ്ങളിൽ വളരെ പ്രാകൃതത്വം നിറഞ്ഞ മനുഷ്യ സമൂഹങ്ങളെ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു തന്ത്രം എന്ന നിലയിലാണ് ഞാൻ ഈ സ്വർഗനരകങ്ങളെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി അത് വിട്ടു. പക്ഷേ അത് നമ്മൾ വിടുമ്പോഴും റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, പുരോഹിതന്മാർ അതിൽ തന്നെയാണ് ഊന്നി നിൽക്കുന്നത്. അതുകൊണ്ട് അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തികച്ച പ്രസക്തമായിട്ട് മാറി. ഇസ്ലാം മതത്തിന് മറ്റൊരു ധാരയില്ലേ? ഈ സ്വർഗം നരകവും നമ്മുടെ ഭൂമിയിൽ തന്നെ കണ്ടെത്തുന്ന ഒരു ധാരയില്ല. അങ്ങനെയല്ല. അപ്പോൾ സ്വർഗം നരകം എന്ന് പറയുന്നതിനെ ഒരു മാനസിക ഭാവമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിലീജിയനിൽ നിന്ന് മിസ്റ്റിസിസത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്. അപ്പം മിസ്റ്റിസിസത്തിലേക്ക് വരുമ്പോൾ ഈ പൗരോഹിത്യത്തിൻ്റെ ശബ്ദമല്ല അവിടെ. മറ്റേത് നമ്മളെ ഭയപ്പെടുത്തുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ മിസ്റ്റിസിസത്തിൻ്റെ അല്ലെങ്കിൽ സൂഫിസത്തിൻ്റെ ലോകത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രണയം, ദൈവമായിട്ടുള്ള അഗാധമായ പ്രണയം ഉണ്ടാവുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പുൽകി നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹിമയെ അഗാധമായിട്ട് പ്രണയിക്കുക. അവിടെ ശത്രുപക്ഷം എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കാത്ത ഒരിടമായിട്ടാണ് സൂഫിസത്തെ അനുഭവിക്കുന്നത്. ശത്രുപക്ഷമില്ല, അവിടെ ഈ പ്രണയം മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങളും നിങ്ങളുമില്ല. എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്നൊരു കാര്യം മതത്തിൻ്റെ ലോകത്ത് നിൽക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളെന്നും നിങ്ങളെന്നുള്ള വിഭജനമാണ്, അപരത്വം. അതായത് നമ്മളൊരു കൂട്ടം, അപ്പുറത്തിരിക്കുന്നത് വേറെ കൂട്ടം, അത് നമ്മളിൽ കൂട്ടാൻ പറ്റാത്ത കൂട്ടമാണ്. അവർ നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടേത് എന്നുള്ള ഒരു ഫീല് വരാവൂ. അത് എനിക്ക് എല്ലാ കാലത്തും അസ്വസ്ഥമായി. ദൈവം എല്ലാവരുടേതുമാണെന്ന് പറയും, പക്ഷേ ഞങ്ങളും നിങ്ങളെന്നും പറയും. ഇത് എന്നെ ചെറിയ പ്രായം മുതൽ തന്നെ അലട്ടുന്നു. ഇത് പക്ഷേ മതമില്ലാത്തടത്ത് ചെല്ലുമ്പോഴും ഇതുണ്ട്. അപ്പം ഇത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല, ഇത് മനുഷ്യൻ്റെ പ്രശ്നമാണ്, ഗോത്രകാല പ്രശ്നമാണ്. അങ്ങനെയാണ് ഈ ആൻറ്റി റിലീജിയസ് എന്നുള്ള സാധനമൊക്കെ പോയത്. ഇപ്പം സർവതന്ത്ര സ്വാതന്ത്ര്യം പറയുന്ന സ്ഥലത്ത് പോയിരുന്നാലും 10 മിനിറ്റ് കഴിയുമ്പോൾ 2 ഗ്രൂപ്പായി തിരിയുകയും ഞങ്ങളും നിങ്ങളുമായിട്ട് തിരിയുന്നു എന്ന് പറയുന്നതിനെയാണ് ഞാൻ റിലീജിയൻ എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് മനുഷ്യൻ അടിസ്ഥാനപരമായി റിലീജിയസ് ആണ്. ആ റിലീജിയസ് ആയിട്ട് സ്പിരിച്വൽ അല്ല, റിലീജിയസ് ആണ്. സ്പിരിച്വൽ അല്ല, റിലീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ. അപ്പോൾ അവിടെ ഒരു നീയും നിങ്ങളും വേറിട്ട് നിർത്തും. ഇങ്ങനെയാണ് മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത്. ആ അർത്ഥത്തിൽ മനുഷ്യൻ ഒരു റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യനിൽ നിന്നാണ് കൾച്ചറലായിട്ടുള്ള മനുഷ്യരുണ്ടായി വന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കൾച്ചറാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചർ എന്ന് പറയുന്നത് 2 വ്യത്യസ്തമായ ശരികൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഇടമുണ്ടാക്കുന്ന ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും പറയുന്ന പേരാണ് കൾച്ചർ. അത് നാച്ചുറലായിട്ട് ഉണ്ടാവില്ല. സിവിലൈസേഷൻ എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ട് ഉണ്ടാവില്ല. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തതാണ് കൾച്ചർ. അപ്പം അങ്ങനെ കൾച്ചർ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് മതേതരത്വം എന്നൊക്കെ പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്ക് മതവിശ്വാസികൾക്ക് തന്നെ നിർബന്ധിതമായി വരേണ്ടി വരുന്നത്. നാച്ചുറലായിട്ട് വരില്ല.
അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ഒരു മതവും മതേതരത്വത്തെ സമ്മതിക്കില്ല. അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ തൻ്റെ മതത്തിൻ്റെ തത്വത്തെ നിലനിർത്താൻ ശ്രമിക്കുകയുള്ളൂ. നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സഹകരണമാണ്, നമ്മൾ പറയില്ലേ നിലനിൽപ്പിന് വേണ്ടിയുള്ള സഹകരണം, നമ്മുടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള നീഡ്, അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്ന ആളെ അംഗീകരിക്കുന്നത്, അല്ലാതെ പ്രാപഞ്ചിക അവബോധത്താലല്ല. അപ്പൊ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏത് മതവും ഏത് ഇസവും, അത് മതം മാത്രമല്ല ഇനി ഇസവും അവരുടെ സിദ്ധാന്തത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് മാത്രമാക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കാനും ശ്രമിക്കുക. അപ്പൊ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നാച്ചുറലായിട്ട് നമ്മൾ റിലീജിയസ് ആണ്. ആ റിലീജിയസ് ആയിട്ടുള്ള ഫ്രെയിമും അടുത്ത കുറച്ച് മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് മിസ്റ്റിസിസം. മിസ്റ്റിസിസം ആദ്യം മുൻപോട്ട് വെക്കുന്നത് ഞാനും ദൈവവും, പിന്നെ സർവവും. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇന്ത്യക്കാരൻ, ഏഷ്യക്കാരൻ അതില്ല.